أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, ജംഉൽ ജവാമിയുടെ 72ാമത്തെ സബഖ് ആമിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വ മദ്ലൂലുഹു എന്ന് തുടങ്ങാനാണ് നമുക്കുള്ളത്. അത് മദ്ലൂലുഹു എന്ന് പറയുമ്പോൾ അതിൽ ആമിന്റെ മദ്ലൂല് എന്നാണ്. ആമിന്റെ മദ്ലൂല് മദ്ലൂൽ മായന. അപ്പൊ ആമിന്റെ മദ്ലൂലാകുന്നത് എവിടെയുള്ള മദ്ലൂല് ബി തെർക്കീബ് കൂട്ടിച്ചേർത്ത് വരുമ്പോൾ, അപ്പൊ തെർക്കീബാക്കുമ്പോൾ ഉള്ള ആമിന്റെ മദ്ലൂല് എന്ത് ഹൈസിയത്തിൽ കൂടെയാണ് ഈ തെർക്കീബിലുള്ള മദ്ലൂല്? മിന്നൈസു അൽ ഹുക്മു അലൈഹി, ആ മദ്ലൂലിന്റെ മേലിലാണ് ഹുക്ം ഉണ്ടാവുക. അപ്പൊ തെർക്കീബിൽ ആ മദ്ലൂല് എന്താണോ അതിന്മേൽ ഹുക്ം വരും. ആ സ്ഥിതിയിൽ മദ്ലൂല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ മദ്ലൂല്? കുല്ലിയത്ത്. അതൊരു കുല്ലിയത്താണ്. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഐ മഹ്കൂമുൻ ഫീഹി, ആ മദ്ലൂലിൽ വിധിക്കപ്പെടുന്നു അലാ കുല്ലി ഫർദിൻ, എല്ലാ ഫർദിന്റെ മേലും. അപ്പൊ എല്ലാ ഫർദും അതിൽ വരും. എല്ലാ ഫർദിന്റെ മേലും ആ മദ്ലൂലിൽ വിധിക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരു കുല്ലിയായിരിക്കും. തെർക്കീബാകുമ്പോൾ മദ്ലൂലിന്റെ മേലിലാണ് ഹുക്മ് എന്ന ഹൈസിയത്ത് വെക്കുമ്പോ ആ ആമിലുള്ള മദ്ലൂല് കുല്ലിയത്താണ്. ആ എല്ലാ ഫർദിന്റെ മേലിലും അതിന്റെ മേൽ ഹുക്മത്ത് നമ്മൾ അറിയിക്കുന്നത്. എങ്ങനത്തെ അറിയിക്കല്? മുതാബഖത്തൻ, യോജിക്കുന്നതായ ഒരു അറിയിക്കുക. അല്ലെങ്കിൽ മുതാബഖത്തൻ അത് തന്നെ എന്താക്കാം, ഹാലാക്കിയിട്ട് അർത്ഥവും വെക്കാലോ. എല്ലാ ഫർദും തന്നെ യോജിക്കുന്നതായ നിലയിൽ ഒരു ഫർദും പുറത്തു പോകൂല. അപ്പൊ ആ ആമിൽ ഏതൊക്കെ വരുന്നുണ്ട്? എല്ലാ ഫർദും അതിൽ പെടും. അങ്ങനെ എല്ലാ ഫർദും യോജിക്കുന്നതായ നിലയിൽ ഇസ്ബാത്തൻ, അത് തന്നെ എന്താണെന്ന് അറിയാമോ? ആ ഹുക്ം എന്തായിട്ട് വരാം? ഹുക്കുമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാ ഫർദും യോജിക്കുന്നതായ നിലയിൽ അവിടെ ഹുക്കുമുണ്ട്. അപ്പൊ ആ ഹുക്കും ഇസ്ബാത്തൻ, മുസ്ബത്തായ നിലയിൽ ഹുക്കുമുണ്ടാവും. അത് തന്നെ ഖബറൻ ഔ അമ്രൻ, ആ മുസ്ബത്ത് ഖബറായിട്ട് വരാം, അമ്രായിട്ട് വരാം. ഔ സൽബൻ, അല്ലെങ്കിൽ ഹുക്കും എന്താവാൻ സെൽബിയായിട്ട് വരാം. സെൽബാകുമ്പോൾ എന്തൊക്കെ പെടാം? നഫിയൻ, അത് തന്നെ നഫിയ നിലയിൽ വരും. ഔ നഹിയൻ, നഹിയ നിലയിൽ വരും. അപ്പൊ ഇസ്ബാത്തില് ഖബരിയ ജുംലയും പെടും, അംരിയ ജുംലയും പെടും. സെൽബില് നെഹിയും പെടും, നഫിയും പെടും. ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെല്ലാം കൂടി ഉൾപ്പെടുത്തിയൊരു ഉദാഹരണം പറഞ്ഞു നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് ഇവിടെ ഈ പറഞ്ഞതെന്ന്. അതിന്റെ ഉദാഹരണമാണ് ജാഅ അബീദി വമാ ഖാലഫു ഫഅക്രിംഹും വലാ തുഹിൻഹും എന്ന് പറഞ്ഞു. ജാഅ അബീദി, ജാഅ അബീദി എന്ന് പറയുമ്പോൾ എന്റെ അടിമകൾ വന്നു എന്നാണ്. ഇവിടെ അബീദി, എന്റെ അടിമകൾ. ജായും അബീദും കൂട്ടും മുറക്കബായില്ലേ? ഈ മുറക്കബാകുമ്പോൾ അത് രണ്ടിന്റെയും ആ മുറക്കബിലുള്ളൊരു ആമാണ്. എന്റെ അടിമകൾ വന്നു. അപ്പൊ അടിമ എന്ന് പറയുന്ന എല്ലാ ഫർദും അതിൽപ്പെട്ടു മുതാബഖായിട്ട് തന്നെ. അപ്പൊ ഈ തെർക്കീബിലുള്ള മദ്ലൂല്, എന്നാ മദ്ലൂല് അടിമകൾ വന്നു എന്നുള്ള മദ്ലൂല്. അപ്പൊ ഇതിലുള്ള മദ്ലൂല് കുല്ലിയത്താണ്. എന്താ കുല്ലിയത്ത്? ആ മദ്ലൂലിൽ എല്ലാ ഫർദിന്റെ മേലും, അതായത് അബിദില് ആരൊക്കെ പെടുമോ അതെല്ലാം വന്നു എന്നതല്ലേ. അപ്പൊ ആ മദ്ലൂലുള്ള ഹുക്മ് അതെല്ലാ ഫർദിന്റെ മേലും യോജിച്ച് തന്നെ വന്നു. അതോടൊപ്പം തന്നെ ജാ അബീദി എന്ന് പറയുന്നുള്ള ഹുക്മ് മുസ്ബത്തായിട്ട് അത് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞു മാ ഖാലഹു. അപ്പൊ ഹുക്മ് ഇസ്ബാത്തിന്റെ ഉദാഹരണം കഴിഞ്ഞു. ഇനി സെൽബിയായിട്ട് ഉമാ ഖാലഫു, അവര് എതിരായിട്ടില്ല. ഇവിടെ ഹുക്മ് സെൽബിയാണ്. അതോടുകൂടെ ഒമാ ഖാലഫു തെർക്കീബാണ്.
വമാ ഖാലഫു അവരെതിരായിട്ടില്ല എന്നല്ലേ. അപ്പോ ആ തർക്കീബിലുള്ള അതിന്റെ മതില് കുല്ലിയത്താണ്. കാരണം അവരെതിരായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ സെൽബിയായ വിധിയായിരിക്കെ ആ മതിലുള്ള വിധി സെൽബിയാണെങ്കിൽ മുതാബക്കായ നിലയിൽ തന്നെ എല്ലാം യോജിച്ച എല്ലാ ഫർദിന്റെ മേലത് പറയണം. അപ്പൊ സെൽബിക്ക് ഉദാഹരണം. ഇനി അക്രിംകും നീ അവരെ ബഹുമാനിക്കുക എന്ന അവിടെ ഇത് അമ്രാണ്. അവിടെ ഹുക്മ് അമ്രാണ്, അത് ഇസ്ബാത്തിൽപ്പെടും. അത് അംബിയായ ജുംലയുടെ തൊലബലി. അപ്പൊ അത് ഇസ്ബാത്തിൽപ്പെടും. പറഞ്ഞതുപോലെ എല്ലാ ഫർദിനെയും ഇക്റാം ചെയ്യണം. അതും അതൊരു കുല്ലിയത്തിന് ഉദാഹരണം. വലാ തുഹിൻകും നീ അവരെ നിസാരപ്പെടുത്തരുത് എന്ന്. ഇതൊക്കെ ഇപ്പൊ തെർക്കീബിലുള്ള മുസ്ബത്തായിട്ടും സെൽബിയായിട്ടും മുസ്ബത്തിൽ ഖബർ അമ്രും പെടും, സെൽബ് നഫിയും നെഹിയും പെടും. ആ നിലക്കുള്ള ഉദാഹരണം. എല്ലാ ഫർദും മുതാബക്കത്തായ നിലയിൽ തന്നെ മദുൽ ഹുക്കുമും ഉണ്ട്. അങ്ങനെ കുല്ലിയത്തായി. ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ കുല്ലിയത്താണ് എന്നല്ലേ പറഞ്ഞത്. എന്താ കാരണം? ലി അന്നഹു നിശ്ചയമായിട്ടും ഈ തെർക്കീബിലുള്ള ആമ് അത് ഈ ഖുവ്വത്തി ഖലായ ഒരുപാട് ഖളിയകൾ കൂടുന്ന ശക്തി. ഇത് ഖളിയല്ല, ഖളിയകളുള്ള ശക്തി നിൽക്കുകയാണ് ഈ തെർക്കീബിലുള്ള ആമ്. ബി അദദി അഫ്റാദിഹി. എന്തുകൊണ്ട്? ആ ആമിന്റെ ഏതെല്ലാം അഫ്റാദുകളുണ്ടോ ആ അഫ്റാദുകളുടെ എണ്ണം കൊണ്ട് ഒരു ഖളിയുടെ ഖുവ്വത്തിൽ നിൽക്കുന്നുണ്ട് തെർക്കീബിലുള്ള ആമ് എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി വിശദീകരിച്ചാൽ ജാഅ ഫുലാനുൻ, ജാഅ ഫുലാൻ ഇങ്ങനെ പറയാം. ജാഅ അബീനെല്ലോടത്ത് ഇന്നാലിന് അടിമ വന്നു, ഇന്നാലിന് അടിമ വന്നു, ഇങ്ങനെ പോകല്ലേ. വഹാക്കഥ അങ്ങനെ പോകുന്നു. ഇതാണ് എല്ലാ ഫർദും നോക്കുമ്പോ ജാഅ അബീനെല്ലോടത്ത് ജാഅ ഫുലാനും ജാഅ ഫുലാനും ജാഅ ഫുലാനും ജാഅ ഫുലാനും ഇങ്ങനെ പറയാനോ. വമാ ഖാലഫു എന്നുള്ളടത്ത് വമാ ഖാലഫു ഫുലാനോ വമാ ഖാലഫു ഫുലാനോ വമാ ഖാലഫു ഫുലാൻ ഇങ്ങനെ പോകൂലേ. അതാണ് ഒരു ഖളിയകള്. അപ്പൊ ജാഅ ഫുലാനും ജാഅ ഫുലാൻ എന്ന് പറയുമ്പോൾ ഖളിയായി. അങ്ങനെ അഫ്റാദുകളുടെ എണ്ണം അനുസരിച്ച് ഖളിയുടെ ഖുവ്വത്തിലാണ് ഇപ്പൊ ഇവിടെ തെർക്കീബിലുള്ള ആമ് നിൽക്കുന്നത്. അപ്പൊ ജാഅ അബി എന്ന തെർക്കീബിൽ ആമുണ്ട്, അതാണ് ഖളിയുടെ ഖുവ്വത്തില്. വമാ ഖാലഫു എന്ന തെർക്കീബിലും ആമ്. ഫഅക്രിംകും വലാ തുഹിൻകും. ഇതൊക്കെ എന്താണ്? തെർക്കീബിലുള്ള ആമാണ്. അതൊക്കെ ഓരോ ഖളിയുടെ പോസ്റ്റിലാണ്. ഓ കൊല്ലും മിൻഹ. എന്നാൽ ഖളിയുടെ ഖുവ്വത്തിലാന്ന് പറയുമ്പോൾ ആ ഖളിയകളുടെ ഖുവ്വത്തിൽ നിന്നുള്ള എല്ലാം മഹ്കൂമും ഫീഹി അലാ ഫർദിഹി. ആ എല്ലാത്തിലുമുള്ള ഓരോ ഫർദിന്റെ മേലിലും അതിൽ വിധിയുണ്ടല്ലോ. അതാണ് കുല്ലിയത്ത് എന്ന് പറയാൻ കാരണം. അപ്പൊ തെർക്കീബിലുള്ള ആമിന്റെ മതിൽ കുല്ലിയത്താണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നു. അപ്പോ അതിന്റെ ഫർദിന്റെ മേലിൽ ആ ഖളിയകളിലുള്ള എല്ലാത്തിലും ഒരു വിധിക്കപ്പെടുന്നത് ദാലുൻ അലൈഹി, അത് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. ഏതിന്റെ മേലില്? ആ ഫർദിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. എങ്ങനെ അറിയിക്കുന്നുണ്ട്? മുതാബഖത്ത്, എല്ലാ ഫർദും യോജിച്ചതായതിനെ തന്നെ അറിയിക്കുന്നുണ്ട്. അല്ലെ യോജിക്കുന്നതായ ഒരു അറിയിക്കൽ അവിടെ ഉണ്ട്. ഫമാ ഹുവ ബി ഖുവ്വത്തിഹാ. അപ്പൊ പിന്നെ ഈ ഖളിയകളുടെ ഖുവ്വത്തിലാന്ന് പറയുമ്പോ ആ ഖുവ്വത്തിലുള്ളത് ഉള്ള ഒന്ന് മഹ്കൂബിഹി, ആ ഖുവ്വത്തിലുള്ള ഒന്നിൽ വിധിക്കപ്പെടുന്ന കുല്ലി ഫർദിൻ, എല്ലാ ഫർദിന്റെ മേലും ഫർദായിട്ട് വിധിക്കപ്പെടല്ലേ. ഓരോ ഫർദിന്റെ മേലും വിധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വിധിക്കപ്പെടുന്ന ഒന്ന് ദാലുൻ അലൈഹി, ആ ഓരോ ഫർദിന്റെ മേലും ആമിന്റെ മേലും അത് അറിയിക്കുന്നുണ്ട്. മുതാബഖത്ത്, ആമിന്റെ മേലും ഫർദിന്റെ മേലും ഓരോ ഫർദിന്റെ മേലും അത് അറിയിക്കുമ്പോൾ എങ്ങനെ അറിയിക്കുന്നുണ്ട്? മുതാബഖത്തൻ, മുതാബഖത്തായ നിലയിൽ അറിയിക്കുന്നുണ്ട്. അപ്പോ കുല്ലിയത്ത് മധുര നിൽക്കുമ്പോ ആ കുല്ലിയത്തിൽ ഓരോ ജുസ് ആയിട്ട് ഇങ്ങനെ കേറി വരും. അപ്പൊ കുല്ലിയത്താണ് മധുരൂല് എന്ന് വെക്കാം. എന്നാൽ പിന്നെ ആ തെർക്കീബിലുള്ള ആമി എന്തല്ല? ലാ കുല്ലുൻ, കുല്ലല്ല. കുല്ലല്ല എന്ന് പറഞ്ഞാൽ ഐ ലാ മഹ്കൂമ ഫീഹി അലാ മജ്മുൽ അഫ്റാദി. ആ മദ്ലൂലിലുള്ള ഹുക്മ് ആ വിധിക്കപ്പെടുന്നത് അലാ മജ്മുൽ അഫ്റാദി, മൊത്തം എല്ലാ അഫ്റാദും കൂടിയിട്ട് അതിന്റെ മേലുള്ള ഒന്നല്ല. എന്ത് ഹൈസിയത്തിൽ കൂടെ? മിന്നൈസ് ഹുവ മജ്മുഉൻ, ആ അഫ്റാദുകളെല്ലാം ഒരുമിച്ച് കൂടി. ആ അഫ്റാദെല്ലാം മജ്മുഅ എന്ന ഹൈസിയത്തിൽ കൂടെ മൊത്തം എല്ലാ അഫ്റാദിന്റെ മേലും ആ മദുൽ മഹ്കൂമില്ല. ഓരോ ഫർദിന്റെ മേലോട്ട് വരുള്ളൂ. അങ്ങനെ കുല്ലിയത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കുല്ലിയല്ല. അതിന് ഉദാഹരണം പറയാം. എല്ലാ അഫ്റാദിന്റെ മേലും മജ്മുഅ ആയിട്ടല്ല വിധി എന്ന് പറയുമ്പോ മൊത്തത്തിലല്ല. കുല്ലു റജിലിൻ വിൽ ബലദ്, ഒരു നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും
യഹ്മിലു സഖറത്തൽ അലീമ, വലിയ ഒരു പാറയെ ചുമക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവിടെ ഉള്ളത്? അവിടെയുള്ള എല്ലാ പുരുഷന്മാരും, ഒരു നാട്ടിലെ എല്ലാ പുരുഷന്മാരും, ഉദാഹരണമായി പറഞ്ഞാല് എന്റെ നാടാവുന്ന മരുതയിലുള്ള എല്ലാ പുരുഷന്മാരും അവരെന്താകുന്നു? വലിയൊരു പാറയെ ചുമക്കുന്നു എന്ന് പറയും. ഇവിടെ വലിയ പാറയുണ്ട്, അപ്പൊ എല്ലാവരും പോയിട്ട് ചുമക്കും എന്ന് പറഞ്ഞാൽ ആ അപരാധം മുഴുവനും കൂടിയിട്ടാണ് ചുമക്കുന്നത്, ഒരു പുറത്തല്ല. അതാണത്. എല്ലാവരും കൂടുമ്പോഴാണ് ആ എന്ത് നടക്കുന്നത്? ആ വലിയൊരു പാറയെ ചുമക്കൻ നടക്കുന്നത്. ഓരോ പുരുഷന്മാരും വലിയ പാറ ചുമക്കുന്നു എന്ന വിധി ഇവിടെ ഇല്ല. ഇതാണ് പുല്ല്. ഇങ്ങനെയല്ല ഒരു തെർക്കീബിലുള്ള, ഇവിടെ തെർക്കീബുണ്ടല്ലോ, ഇവിടെ തെർക്കീബിൽ ആമുണ്ട്. പക്ഷേ ഈ തെർക്കീബിലുള്ള ആമിന്റെ മതിൽ എന്തല്ല? കുല്ലിയത്തായില്ല, പിന്നെ കുല്യാവുന്നുള്ളൂ. അപ്പൊ കുല്ലല്ല കുല്ലിയത്താണെന്ന് പറഞ്ഞതാ. ഓ ഇല്ല, അങ്ങനെ അല്ല എങ്കിൽ എന്ന് പറഞ്ഞാല് എല്ലാ ഫർദിന്റെ മേലിലും അല്ല വിധിയെങ്കിൽ, വിധിയെങ്കിൽ എല്ലാ ഫർദിന്റെ മേലും അല്ല വിധിയെങ്കിലോ എന്താണ്? അങ്ങനെ ഇസ്തിദ്ലാലു ബിഹി, അങ്ങനെ വരുമ്പോ പിന്നെ ആമ് കൊണ്ട് ലക്ഷ്യം പിടിക്കൽ ബുദ്ധിമുട്ടായി. എവിടെ? ഫിന്നഹി, നെഹിയിൽ, അലാ കുല്ലി ഫർദിൻ, എല്ലാ ഫർദിന്റെ മേലിലും നെഹിയിൽ. അത് ആമ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ കഴിയൂല. എല്ലാ ഫർദിന്റെ മേലും വിധിയില്ലെങ്കിൽ, അതുണ്ടായത് കൊണ്ടാണല്ലോ നെഹികൾ പറഞ്ഞത്. എന്താണ് കഴിയും ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം ലി അന്ന നെഹിയൽ മജ്മൂ, മൊത്തത്തിൽ എല്ലാ അപരാധിനെയും കൂട്ടിയിട്ടുള്ള ആ ഒരു മജ്മൂന നെഹി യുംതസലു, അത് എന്താക്കപ്പെടും? വഴങ്ങപ്പെടും. എന്തുകൊണ്ട്? ഇന്തിഹായി ബഅദ്, എല്ലാരും വേണ്ടല്ലോ. ആ മജ്മൂന്ന് ചില ആൾക്കാർ അതുകൊണ്ട് എന്തായി പോലെ ആ നെഹി ചെയ്തപ്പോ അതുകൊണ്ട് അറ്റമായി. അങ്ങനെ അറ്റമാവുക എന്നതുകൊണ്ട് വഴങ്ങപ്പെടുമല്ലോ. എത്തരത്തിൽ ഉലം ദസൽ ഉലമാ, പണ്ഡിതന്മാരായിക്കൊണ്ടേയിരിക്കുന്നു. യസ്തദില്ലൂന ബിഹി അലൈഹി, അവരാണെങ്കിലോ ഈ നെഹിയിൽ എന്ത് ചെയ്യുന്നു? ആമ് കൊണ്ട് അവർ എല്ലാ നെഹിയിലുള്ള എല്ലാ ഫർദിന്റെ മേലിലും ആമ് കൊണ്ട് അവർ ലക്ഷ്യം പിടിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്ത് മനസ്സിലായി? നെഹിയിൽ എല്ലാ ഫർദിന്റെ മേലുമാണ് വിധി. അതുകൊണ്ടാണ് നെഹിയിൽ ആമ് കൊണ്ട് ലക്ഷ്യം പിടിക്കുന്നത് മനസ്സിലായല്ലോ. ഏതുപോലെ കമാവി വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു വനഹി, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതായിരിക്കുന്ന ഒരു ശരീഅത്തിൽ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾ കൊല്ലരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയിട്ട് കൊല്ലരുത് എന്നല്ലല്ലോ ഇവിടെ ഉള്ളത്. ഓരോരുത്തരും ഇങ്ങനെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയതായിരിക്കുന്ന ശരീഅത്തെ കൊല്ലരുത് എന്നല്ലേ. ഇവിടെയുള്ള ഈ തെർക്കീബിലുള്ള ആമിന്റെ മദുരൂൽ എന്താ? ഓരോ ഫർദിന്റെ മേലും അല്ലേ അവിടെ ഉള്ളതായിരിക്കുന്ന വിധിയുള്ളത്. അത് നെഹിയല്ലേ. അപ്പൊ നെഹിയിൽ എന്തുണ്ട്? ഓരോ ഫർദിന്റെ മേലും വിധിയുണ്ട്. അങ്ങനെ വിധി ഉണ്ടായത് കൊണ്ടല്ലേ നെഹിയിലുള്ള ആമ് കൊണ്ട് എന്ത് ചെയ്തത്? ഓരോ ഫർദിന്റെ മേലും ലക്ഷ്യമാക്കുന്നത്. അപ്പൊ നെഹിയിൽ ആമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ. അപ്പൊ കുല്ലല്ല കുല്ലിയത്താണ്. കുല്ലല്ല കുല്ലിയത്തെന്ന് പറഞ്ഞു കുല്ലിയ ആയിക്കൂടെ? കുല്ലിയത്താണെങ്കിൽ കുല്ലിയ ആയിക്കൂടെ? വലാ കുല്ലിയും കുല്ലിയുമല്ല. അപ്പൊ തെർക്കീബിലുള്ള ആമ് കുല്ലുമല്ല കുല്ലിയുമല്ല, പിന്നെന്താണ്? കുല്ലിയത്തുള്ളൂ. കുല്ലല്ല എന്നിപ്പോ നമ്മൾ തെളിവ് നടത്തി. കുല്ലിയും അല്ല, കുല്ലിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നല്ലേ. അപ്പൊ കുല്ലിയല്ല എന്ന് പറയാൻ കാരണം അതായത് വലാ മഹ്കൂമ ഫീഹി, അതാണ് കുല്ലിന് എല്ലാ അപറാദിന്റെ കൂട്ടിയിട്ടുള്ള മജ്മൂന്റെ മേൽ എന്തില്ല? വിധിക്കപ്പെടുന്നില്ല. അത് ബഅദിലേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചു. അതേ സമയത്ത് കുല്ലി അങ്ങനെയോ? കുല്ലിയിലുള്ള മഹ്കൂം എന്തല്ല? അലാ മാഹിയത്തിന്റെ മേലേ അല്ല. അപ്പൊ കുല്ലിയാവുമ്പോൾ മാഹിയത്തിന്റെ മേൽ വിധി വരും. അങ്ങനെ മാഹിയത്തിന്റെ വിധി എന്തിനില്ല? ആ പറയുന്ന ആമിന്റെ മദുരുൽ ഇല്ലല്ലോ. എന്ത് ഹൈസിയത്തിൽ കൂടെ? മിൻ ഹൈസിയ, ആ മാഹിയത്താണല്ലോ എന്ന ഹൈസിയത്ത് വെച്ചുകൊണ്ട് മാഹിയത്തിന്റെ മേലിൽ മദുലൂൽ എന്തില്ല? വിധിയില്ല. ആമിന്റെ മദുൽ വിധിയില്ല. അതുകൊണ്ടാ കുല്ലിയല്ല എന്ന് പറഞ്ഞത്. അതായത് ഒന്നും കൂടി പറഞ്ഞാൽ ഐ മിൻ വൈരി നദരി ഇലൽ അഫ്റാദ്, അഫ്റാദിലേക്ക് നോക്കലില്ലാതെ. അപ്പൊ അഫ്റാദിലേക്ക് നോക്കാതെ ഹഖീഖത്ത് എന്ന ഹൈസിയത്ത് വെച്ചു. അതേ ഹൈസിയത്തിൽ കൂടെ മാഹിയത്തിന്റെ മേലാട്ടൊരു വിധി ആ ആമിന്റെ മദലൂല് വരുന്നില്ലല്ലോ. അപ്പൊ കുല്ലിയും വെക്കാൻ വയ്യ,
കുല്ലും വെക്കാൻ വയ്യ, പിന്നെ എന്തേ പറ്റുള്ളൂ? കുല്ലിയത്തെ ആക്കാൻ പറ്റുള്ളൂ. അതിന് ഉദാഹരണം അർറജുലു ഖൈറും മിനൽ മർഅതീന, പുരുഷൻ സ്ത്രീയേക്കാൾ ഗുണമാണ് നാം പറയണത് എന്ന് പറഞ്ഞാൽ ഐ ഹഖീഖത്തുഹു, പുരുഷന്റെ ഹഖീഖത്ത്, അഫ്ളലു, അത് അത്യുത്തമമാണ്, മിൻ ഹഖീഖത്തിഹ, സ്ത്രീയുടെ ഹഖീഖത്തിനേക്കാൾ എന്ന. ഇങ്ങനെ ഒരു വിധി അല്ലല്ലോ ഈ പറയുന്ന തെർക്കീബിലുള്ള ആമിന്റെ മദ്ലൂല് മാഹിയത്തിന്റെ മേലല്ല. ആ മദ്ലൂല് മാഹിയത്തിന്റെ മേൽ മഹക്കൂമില്ലല്ലോ. അതാണ് കുല്ലിയത്ത്, കുല്ലിയല്ല എന്ന് പറഞ്ഞത്. ഗസീറമ്മ, അധികരിച്ചും യുഫല്ലലു ബഅദു അഫ്റാദിഹ, ഈ സ്ത്രീകളുടെ ചില അഫ്റാദുകളെ ശ്രേഷ്ഠമാക്കപ്പെടുന്നു. ബഅദ അഫ്റാദിഹി, പുരുഷന്റെ ചില അഫ്റാദുകളെക്കാൾ. അങ്ങനെ ഉണ്ടല്ലോ, ഉണ്ട്. എന്നിരിക്കെ പുരുഷന്റെ ഹഖീഖത്ത് സ്ത്രീയുടെ ഹഖീഖത്തിനേക്കാൾ അഫ്ളലാണ് എന്ന് പറയുന്ന ഈ ഒരു മദ്ലൂലിൽ, ഈ തർക്കീബിലുള്ള ആമിന്റെ മദ്ലൂലിൽ മാഹിയത്തിന്റെ മേല് വിധിയില്ല. മാഹിയത്തിന്റെ മേല് മാഹിയത്ത് എന്ന ഐശ്യത്തിൽ കൂടെ വിധി ഉണ്ടായിരുന്നുവെങ്കിൽ കുല്ലിയാകുമായിരുന്നു. അങ്ങനെ അതിനില്ല. പിന്നെ എല്ലാ അഫ്റാദുകളും മജ്മൂ ആണ് എന്ന ഐശ്യത്തിൽ കൂടെ എല്ലാ അഫ്റാദിന്റെ മേലിലും എന്തില്ല? ആ മദ്ലൂൽ വിധിയില്ല. അപ്പൊ കുല്ലുമല്ല. അതേ സമയത്ത് ഓരോ അഫ്റാദിന്റെ മേലും മുതാബക്കായ നിലയിൽ ആ ആമിന്റെ മദ്ലൂൽ വിധിയുണ്ട്. അപ്പൊ കുല്ലിയത്താക്കി. ഇങ്ങനെയാണ് അതിന്റെ തർക്കം. എന്തുകൊണ്ട് കുല്ലിയല്ല എന്നൊക്കെ പറഞ്ഞത്? ആമി, പൊതുവെ ആമിലുള്ള നോട്ടം ഇലൽ അഫ്റാദി, അഫ്റാദിലേക്കല്ലേ ആണ്. അപ്പൊ കുല്ലിലും അഫ്റാദിലേക്ക് നോക്കുന്നുണ്ട്, ഇവിടെ മജ്മൂ എടുത്തു. കുല്ലിയില് അഫ്റാദിലേക്ക് നോക്കാതെ ഹഖീഖത്തിലേക്ക് പോയി. ഇത് രണ്ടുമല്ല നമ്മൾ ആമിലുള്ള കാര്യം. ആമിലുള്ള ചർച്ച ആ ആമിന്റെ മദ്ലൂല് തെർക്കീബാക്കി കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അഫ്റാദ് നോക്കിയിട്ട് മുതാബക്കത്താക്കി എടുക്കും. അത് എല്ലാ അഫ്റാദിനും യോജിച്ച നിലയിൽ ഒരുപോലെ പറയാൻ പറ്റണം ആ മദ്ലൂലുള്ള വിധി. ആ വിധിക്കാണ് നമ്മൾ കുല്ലിയത്ത് എന്ന് പറഞ്ഞത്. അതാണ് കുല്ലും കുല്ലിയും ഒഴിവായത്. അപ്പൊ മദ്ലൂലിനെ കുറിച്ചുള്ള ചർച്ച കുല്ലിയത്താണ് തീരുമാനിക്കുന്നു, കുല്ലും കുല്ലിയും ഒഴിവായി. ഇനി വേറൊന്നുണ്ട്, ദിലാലത്തുഹു. ഇനി ആ ആമിന്റെ അറിയിക്കൽ എങ്ങനെ? മറ്റേത് അറിയിക്കപ്പെട്ടതാ കിട്ടിയത്, അതാണ് വിധിയാ കിട്ടിയത്. ഇത് വിധിയല്ല. ദിലാലത്തു ഐ ആമി. ഇനി ആമുണ്ട്, ഈ ആമിന്റെ ഒരു അറിയിക്കൽ എന്തിന്റെ മേലാണ്? അത് അസ്ലിയായിരിക്കുന്നൊരു മായയുടെ മേലാണോ? അല്ലേ, അസ്ലിയായ മായയുടെ മേൽ അറിയിക്കുന്നു. ഈ അറിയിക്കൽ എന്താകുന്നു? അതായി ചർച്ച. അയൽ ആമി, ഈ ആമിന്റെ അറിയിക്കല് എന്തിന്റെ മേൽ അറിയിക്കല്? അലാ അസ്ലിൽ മായന, അടിസ്ഥാനമായ അർത്ഥത്തിന്റെ മേൽ, അഥവാ അടിസ്ഥാന അർത്ഥം മാനയുടെ അസ്ലി അടിസ്ഥാന മാനയുടെ മേൽ ഇത് അറിയിക്കുമ്പോ അത് പിന്നെ വാഹിദി, ആ അടിസ്ഥാനമായ എന്ന് പറഞ്ഞ ഒന്നാണല്ലോ. ആ ഒന്നിൽ ഫീമ, അവ അടിസ്ഥാനമായെന്ന് പറയുമ്പോൾ ഒന്നിനാൽ, ഫീമ ഒന്നിലുള്ള വാഹിദ്, ആ ഒന്ന് വയറു ജമ്മല്ല. അപ്പൊ ജം അല്ലാത്തതായ വഹദാനായി നിൽക്കുന്ന ഒന്നിനാണ് അടിസ്ഥാനമായ. ഈ അടിസ്ഥാനമാനയുടെ മേലിൽ ഈ ആമറിയിക്കലാകുന്നതാണ്. വസ്സലാസത്തി അവിൽ ഇസ്നൈനി, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? മൂന്നെണ്ണത്തിന്റെ മേൽ അറിയിക്കുക, അല്ലെങ്കിൽ രണ്ടിന്റെ മേൽ അറിയിക്കുക. ഫീമാ ഒന്നിന് ജമ്മന ജമ്മാണ്. ജമ്മാകുന്ന ഒരു കാര്യത്തിൽ 2, 3 അക്കലുൽ ജമ്മു ഇസ്നാനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നിലക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ജമ്മാക്കപ്പെടുന്ന കാര്യത്തിൽ 2ന്റെ മേലിലോ അല്ലെങ്കിൽ 3 മേലിലോ, ജമ്മ അല്ലാത്തതിൽ വഹദാനോ, ഇതാണ് അടിസ്ഥാനമായ. ഈ അടിസ്ഥാനമാനയുടെ മേൽ അറിയിക്കലാകുന്നത് എന്താണ്? ഖത്ഇയ്യത്തുൻ. അത് ഖത്ഇയ്യത്താണ്, വന്നിയല്ല. അങ്ങനെയാ. അപ്പൊ ജമ്മു എന്ന നിലപാടിലൂടെ വരുമ്പോ അസ്ലിയായ മാന സലാസത്താവാം, ഇസ്നൈനിയാവാം. ജമ്മ അല്ലാത്തതിനെ കൂടെ വഹദാന്, ഈ നിലക്ക അസ്ലിയായ മാന, അതിന്റെ മേലിൽ ഈ ആമ അറിയിക്കുമ്പോ ഖത്ഇയ്യത്താണ്. ഖത്ഇയ്യത്താണ് ഈ അടിസ്ഥാനമായ മേലുള്ള ആമിന്റെ ദലാലത്ത് എന്നുള്ളത് ആരത്തൊട്ടുള്ള ഉദ്ധരണിയ? അനി ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്.
വഅലാ കുല്ലി ഫർദിൻ, എല്ലാ ഫർദിന്റെ മേലിലും ഓരോ ഫർദിന്റെ മേലും അറിയിക്കലാണ്. അങ്ങനെ അറിയിക്കല് ഖുസൂസി, ആ ഫർദിന്റെ ഖുസൂസിയത്ത് കൊണ്ട് തന്നെ എല്ലാ ഫർദിന്റെ മേലിലും ഈ ആമ് അറിയിക്കുന്നതോ വന്നീയത്തുൻ അവന്നീയാണ്. ഇങ്ങനെ പോകുന്നത്. അപ്പൊ അസ്ലുമായ ഖതിയും ആ ആമ് ഓരോ ഫർദിന്റെ മേലും പ്രത്യേകമായി അറിയിക്കുമ്പോൾ ആ അറിയിക്കല് ആമാകും. ആ ദിലാലത്ത് വന്നീയമാണ്. ഓഹുവ, ഇത് എല്ലാ ഫർദിന്റെ മേലിലും ആ ആമിന്റെ ആമ അറിയിക്കുക എന്നുള്ള വന്നീയത്താണ് എന്ന് പറയുന്നത്. ആരത്വത്തും തണിയ അത് ഷാഫിഈയത്തി, ഷാഫി മദ്ഹബിലുള്ള പണ്ഡിതന്മാരെ തൊട്ടാണ്. മറ്റു നേരിട്ട് ഷാഫി ഭാവനെ തൊട്ടുമാണ്. എന്തുകൊണ്ടാണ് വന്നീയത്തായതെന്ന് ചോദിച്ചാൽ ലിഇഹ്തിമാലിഹി, ഈ ആമ് സാധ്യമായി, ലിതഖ്സീസി, ഒരു തഖ്സീസിന് എന്താണ് സാധ്യമായത് കൊണ്ടാണ്. അപ്പോൾ ആമ ആണെങ്കിലും ഈ ആമിന് തഖ്സീസ് ഉണ്ടാവും. വഇല്ലം യദ്ഹർ മുഖസ്സിസുൻ, ഈ ആമിനെ തഖ്സീസാക്കുന്ന ആ തഖ്സീസ് ഏത് ലാഹിറായിട്ടില്ലെങ്കിലും ഒരു തഖ്സീസിന് ഇഹ്തിമാലുണ്ട്. എന്തുകൊണ്ടാണ് തഖ്സീസിന് ഇഹ്തിമാലുണ്ടെന്ന് പറയാൻ കാരണം ലികസറത്തി തഖ്സീസി ഫിൽ ഉമൂമാത്തി, പൊതുവെ ആം ഏത് വരണം ആ ആമുകളിലൊക്കെ കുറെ തഖ്സീസാസുകൾ അധികരിച്ച് വരാറുണ്ട്. അങ്ങനെ കസറത്ത് ഉണ്ടായത് കൊണ്ടാണ് തഖ്സീസിന് ഇഹ്തിമാൽ എന്ന് പറഞ്ഞത്. ഏതാണ് ഇവിടെ തഖ്സീസ് ആക്കിയത് ലാഹിറായിട്ടില്ലെങ്കിലും ആ നിലപാട് വെച്ചിട്ടാണ് വന്നീയത്ത് എന്ന് പറയുന്നത്. എന്നാൽ അനിൽ ഹനഫിയ, ഹനഫിയാക്കളെ തൊട്ടൂടെ പറയാനുള്ളത് ഖത്ഇയ്യത്തുൻ, ഓരോ ഫർദിന്റെ മേലിലും അതിന്റെ ഖുസൂസിയത്ത് വെച്ചുകൊണ്ട് തന്നെ ആമിന്റെ ദിലാലത്തൻ തന്നെയാണ് ഖത്ഇയ്യത്താണെന്ന്. അപ്പൊ ഷാഫിയാക്കളും ഹനഫിയാക്കളും ഫർദിന്റെ മേലിൽ തർക്കമുണ്ട്. ഷാഫിയാക്കൾ വന്നീയത്ത് പറയുന്നു, ഹനഫിയാക്കൾ ഖത്ഇയ്യത്ത് പറയുന്നു. എന്നാൽ ഹനഫിയാക്കൾക്ക് ഖത്ഇയ്യത്താണ് ഈ ദിലാലത്ത് എന്ന് പറയാൻ കാരണം ലഫ്ളി, ഒരു ലഫ്ളിന്റെ അർത്ഥം ലാസിമാണല്ലോ. എന്തിന്? ആ ലഫ്ളിന് എന്താണോ ആ ലഫ്ളിന്റെ മാനെങ്കിൽ അത് ആ ലഫ്ള് ലാസിമാണ്. അത് ലാസിമാണ് എന്നുള്ളതിലും തർക്കല്ല, ഉറപ്പല്ലേ? ആ നിലക്ക് നോക്കുമ്പോ ഓരോ ഫർദിന്റെ പേരിലും ഈ ആം അറിയിക്കുമ്പോൾ അത് ആ ലഫ്ളുള്ള മാനല്ലേ, അപ്പൊ കത്ത് ആവണ്ടേ, അപ്പൊ അത് കത്ത് തന്നെയാണ്. ഹത്താ യദ്ഹറു, ഇതുവരെ ഹത്താ യദ്ഹറ ഖിലാഫഹു, ഈ ലഫ്ളുള്ളൊരു മാനുണ്ടെങ്കിൽ ആ മാനാക്ക് നേരെ എതിര് വെളിപ്പെടുന്നത് വരെ. എന്തിനാലാണ് എതിര് വെളിപ്പെടുക, അല്ലെങ്കിൽ എതിരെന്തിനാലാണ്? മിൻ തഖ്സീസ് ഫിൽ ആമി, ആമിലുള്ള തഖ്സീസ്. അപ്പൊ ഈ ആമിലുള്ള തഖ്സീസ് വരണം, അതാണ് ആ ലഫ്ളിന്റെ മാനാക്കളുടെ എതിര് വരിക. അങ്ങനെ ഒരു തഖ്സീസ് അവിടെ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നത് വരെ അത് ഖത്ഇയ്യാണ്. വെളിപ്പെട്ടാൽ വന്നീയാക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും വരാം, എന്താവും? ഔ തജൂസു ഫിൽ ഖാസി, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? അവി തജവ്വുസിൻ ഫിൽ ഖാസി, അല്ലെങ്കിൽ പിന്നെ ഖാസിൽ മജാസ് ഉപയോഗിക്കുക, ആ തജവ്വുസ് വെളിപ്പെടുന്നത് വരെ. അപ്പൊ ഔ തജവ്വുസുൻ, ഒരു മജാസ് ഉപയോഗിക്കൽ വെളിപ്പെടുന്നത് വരെ എവിടെ? ഫിൽ ഖാസി, ഖാസില് അതുണ്ടാവുന്നത് വരെ ഖത്ഇയ്യത്താണ്. മജാസ് ഉപയോഗിച്ചോ ഖാസിൽ എന്ന് വന്നാൽ അപ്പൊ ഖത്ഇയ്യത്തല്ല. ഔദാലിക, അല്ലെങ്കിൽ ഇതല്ലാത്തത് ഏതും ആവാം. അത് ഖൈദ് കൊടുക്കലാറാ മുത്തലഖില്, ഹുക്മിൽ നസ്ഖ് വരാം. ഇതൊക്കെ വെളിപ്പെടുന്നത് വരെ ഖത്ഇയ്യത്താണ്. ഫയംതനിഉ തഖ്സീസു, അപ്പൊ പിന്നെ തഖ്സീസ് ആക്കുക എന്നുള്ളത് മുംതനി ആണല്ലോ. ബി ഖബറിൽ വാഹിദി, ഒരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൊണ്ട് ഒരു തഖ്സീസ് ഉണ്ടാവുന്നതിന് മുംതനിയാണ് ഈ ആമിനെ സംബന്ധിച്ചിടത്തോളം. വബിൽ ഖിയാസി, ഖിയാസ് കൊണ്ടും തഖ്സീസ് മുംതനി ആണ്. അലാ ഹാദാ, ഇതനുസരിച്ച്. അപ്പൊ ഈ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോ എന്താകും? മുംതനി ആണ്. ഹനഫിയാക്കളെ സംബന്ധിച്ച് ദൂരൽ അവ്വലി, ഷാഫീനെ തൊട്ടുള്ള ഉദ്ധരണിക്ക് കൂടാതെ ഷാഫിയാക്കളെ തൊട്ട് ഇവിടെ വന്നിയാണ്, അവിടെ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഖത്ഇയ്യ എന്ന് വരുമ്പോൾ ഹനഫിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഖത്ഇയ്യ എന്ന് പറയുമ്പോൾ ഖബർ വായിദ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ തഖ്സീസാക്കൽ മുംതനിയായിട്ട് വരും. വയങ്കാമ ദലീലുൻ അലംദിഫാഇ തഖ്സീസി, തഖ്സീസ് ഇല്ല,
എന്നതിന്റെ മേലിൽ എന്തായി ലക്ഷ്യം നിന്നു. ഇവിടെ എവിടെയും തഖ്സീസ് ഇല്ല നോക്കുക. ഏതുപോലെയൊക്കെ അഖിലി ബുദ്ധിപരമായിട്ട് ചിന്തിക്കും പോലെ. എവിടെ ഫീ വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർള്. അള്ളാഹു എല്ലാ വസ്തുക്കളെ കൊണ്ടും അറിയുന്നവനാണ്. ആകാശഭൂമിയിലുള്ള സകലതും അള്ളാഹ്ക്കുള്ളതാണ്. ഇതിപ്പോ ഒരു ആയത്താണ്, തെർക്കീബാണ്. ആ തെർക്കീബ് ആമുണ്ട്. ഈ ആമ് ഇവിടെ ഇപ്പോ എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല ഓരോ 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 ഫദിൽ അറിയുന്നല്ലേ അതിനർത്ഥം. അപ്പൊ അസ്ലിമായന ഇനി എല്ലാം വിട്ട് ജമ്മാവട്ടെ എന്താവട്ടെ. ഇവിടെ പറയാനുള്ളത് ഇവിടെ തഖ്സീസ് ഉണ്ടോ? ഇവിടെ തഖ്സീസേ ഇല്ല, ഫുൾ ആമാണ്. ഇവിടെ തഖ്സീസ് ഇല്ലല്ലോ. എന്നാൽ അത് ഇല്ലാ തീരുമാനിച്ച് ബുദ്ധിപരമായി ചിന്തിച്ചാൽ അള്ളാഹ്ക്ക് അറിയാത്തതൊന്നുമില്ലല്ലോ, അള്ളാഹ്ക്ക് മിൽക്കില്ലാത്തൊന്നുമില്ല. അപ്പൊ ഇവിടെ തഖ്സീസേ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഈ ആമിന്റെ ദലാലത്തിനെ കുറിച്ച് പറയാനുള്ളത്? കാനത്ത് ദിലാലത്തു ഖത്ഇയ്യതൻ. അങ്ങനെ വന്നാൽ ഈ ആമിന്റെ ദലാലത്ത് ഖത്ഇയ്യാണ് ഇത്തിഫാഖൻ. അവിടെ തർക്കമില്ല. അപ്പൊ തർക്കം വരുന്നത് എങ്ങനെയാണ് ഇവിടെ വന്നത്? ആമ് ഓരോ ഫർദിന്റെ മേലും അതിന്റെ ഖുസൂസിയത്ത് കൊണ്ട് അറിയിക്കുമ്പോൾ ഷാഫിയാക്കൾ തൊട്ട് പറഞ്ഞ നന്നിയത്ത്, അനഫിയാക്കളുടെ ഖത്ഇയ്യത്ത് എന്ന് പറയുന്നു. അപ്പൊ തഖ്സീസ് ഇല്ല എന്ന് വന്നാൽ അതിന്റെ മേൽ തെളിവുണ്ടെങ്കിൽ ഖത്ഇ. തഖ്സീസ് ഉണ്ടോ ഇല്ലേ എന്ന് വരുകയാണെങ്കിൽ അവിടെയാണ് ഖത്ഇയാണോ നന്നിയാണോ എന്ന് തർക്കം വരിക. ഇനി ഓരോ ശഖ്സും എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അവ അസ്ഖാസിന്റെ ഉൾമൂമ് യസ്തൽസിമു. ആ അസ്ഖാസിന്റെ ഉൾമൂമ് എന്താക്കും? ലാസിമാക്കും. എന്തിനെ? ഉൾമൂമൽ അഹ്വാലി അവസ്ഥകൾ ആമാവുക, വൽ അസ്മിനത്തി കാലങ്ങൾ പൊതുവെ ആമാവുക, വൽ ബിഖായി സ്ഥലങ്ങളും. അപ്പൊ സ്ഥലം, കാലം, അവസ്ഥകൾ ഇവകളെല്ലാം ആമാക്കനെ ലാസിമാക്കുന്നു. വ്യക്തികളെല്ലാം ആമാവുമ്പോൾ അപ്പൊ അവിടുത്തെ ഉമൂമ്, ആ വ്യക്തികൾക്കുള്ള ഉമൂമ് ആ വ്യക്തിയെ സംബന്ധിച്ചോളം വരുന്ന ആളുകൾ എന്തൊക്കെയോ, അജ്മിനത്ത് എന്തൊക്കെയോ, ബിഖാ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നു. അതൊക്കെ ആമാണ്. എന്തുകൊണ്ട്? അന്നഹ നിശ്ചയമായിട്ടും ഈ പറയപ്പെട്ട അഹ്വാല് അസ്മിനത്തി ബിഖാകള് ലാ ഗിനാനിൽ അസ്ഖാസി അൻഹ, ഇവകളെ തൊട്ടൊന്നും ഒരു വ്യക്തികൾക്കും ആവശ്യം തീരില്ല. ഏത് ശഖ്സിനും അത് വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ശഖ്സുകൾക്കുള്ള ഉമൂമ് ഈ പറയപ്പെട്ടവകളെ ഉമൂമിനെ ലാസിമാക്കും എന്ന് പറയുന്നത്. നോക്കുക ഉദാഹരണം. ഇപ്പൊ ഖൗലുഹു തആല, അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ വചനം എന്താണ്? അല്ലാഹ് പറഞ്ഞത് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജന്നതൻ. വേശ്യാവൃത്തി ചെയ്ത സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ഓരോരുത്തരെയും അവരിന് അടിക്കണം, 100 അടി വീതം അടിക്കണം എന്നാണ്. ഇതാണ് ഇപ്പൊ അതിലുള്ള ആശയം. അവിടെ എങ്ങനെ വരിക? ഐ അല അയ്യഹാലിൻഖാന, അത് ഏത് അവസ്ഥയിലായാലും വേണ്ടില്ല. ഒഫി അയ്യി സമാനിൻ, ഏത് സമയത്തായാലും വേണ്ടില്ല. മക്കാനിൻഖാന, ഏത് സ്ഥലത്തായാലും വേണ്ടില്ല. ഉണ്ടോ? ഇന്ന കാലത്ത് വ്യഭിചരിച്ചാൽ, ഇന്ന അവസ്ഥയെ വ്യഭിചരിച്ചാൽ, ഇന്ന സ്ഥലത്ത് എന്നൊന്നുമില്ല. ഏത് സ്ഥലത്തായാലും ഏത് സമയത്തായാലും ഏത് നിലയിലായാലും അവിടെയുള്ള ആമുണ്ട്. അപ്പൊ വ്യഭിചരിച്ച സ്ത്രീ പുരുഷൻ, അതാണ് അസ്ഹാസുകൾ. ആ അസ്ഹാസുകളിലെ ഉമൂം എന്താണ്? വ്യഭിചരിച്ച ഏത് പുരുഷനും ഏത് സ്ത്രീയും എന്നല്ലേ. അപ്പൊ അസ്ഹാസുകളൊക്കെ ആമുണ്ട്. ഈ ഉമൂം ഇനി എന്ത് തേടും? ആ വ്യഭിചരിച്ചതായിരിക്കുന്ന വ്യക്തി ആരായാലും അവിടെ ഉമൂമുണ്ട്. ആ ഉമൂം ഏത് അവസ്ഥ, ഏത് സ്ഥലം, ഏത് സമയം എന്ന് ഉൾപ്പെടുത്തുന്നില്ലേ, എന്ന് ലാസിമാക്കുന്നില്ലേ? അപ്പൊ ലാസിമുണ്ട് അവിടെ. എങ്കിൽ ഈ പറയുന്ന ഉമൂമിൽ നിന്ന് തഖ്സീസാക്കപ്പെട്ടിട്ടുണ്ട്. ആരെ? അൽ മുഹ്സിനു, സാനി മുഹ്സിനെ. സാനിയത്തിൽ ആരും പെടും? ഈ മുഹ്സിനും പെടുമല്ലോ. ആ പറഞ്ഞ ആയത്തിൽ 100 അടി അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ജാരിയത്തു ജാരി എന്ന് പറയുന്ന വിഷയത്തിൽ ഉമൂമിന് തഖ്സീസ് ഉണ്ട്. ആ തഖ്സീസാണ് മുഹ്സിനായ ആൾ. അപ്പൊ ജാരി മുഹ്സിന്റെ ഈ ആള് തഖ്സീസാക്കപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യണം? ഫയുർജമു, അവൻ എറിഞ്ഞു കൊല്ലപ്പെടും. ഇതല്ലാത്ത ഏത് ജാരിയെയും 100 അടി അടിക്കണം. അത് എപ്പോ ആയാലും വേണ്ടില്ല, എങ്ങനെയായാലും വേണ്ടില്ല, ആയാലും വേണ്ടില്ല. ഇനി നോക്കൂ മറ്റൊരു ആയത്ത്, ഖൗലു അല്ലാഹുവിന്റെ വാക്ക് വലാ തഖറബുസ് സിന എന്ന, നിങ്ങൾ സിനയോട് അടുത്തു പോകരുത്, നിങ്ങൾ സിനയോട് അടുക്കരുത്. ഇവിടെ അടുക്കരുത് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സമയം എന്നുണ്ടോ, പ്രത്യേക സ്ഥലം എന്നുണ്ടോ, പ്രത്യേക അവസ്ഥ ഒന്നും ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഐ ലാ യഖുർബു കുല്ലും മിൻകും, നിങ്ങളെന്ന് ഒരു വ്യക്തിയും എന്താവരുത്, ആ സിനയോട് അടുക്കരുത്. അല അയ്യ ഹാരിൻകാർ, ഏത് അവസ്ഥയുടെ മേലായാലും എടുക്കണ്ട. ഒബി അയ്യ സമാൻ, ഏത് കാലത്തിലായാലും എടുക്കണ്ട. മക്കാരിൻ, ഏത് സ്ഥലത്തായാലും, മക്കാരിൻകാന, ഏത് സ്ഥലത്തായാലും വേണ്ടി എടുക്കണ്ടാന്ന. അപ്പൊ ഇവിടുത്തെ അസ്ഹാസിനെ സംബന്ധിച്ചുള്ള ഉമൂമുകള്, ആ അസ്ഹാസിന് വരുന്ന അഹ്വാല് അസ്മിയത്തി ബക്കാവും ആമാക്കും ഒക്കെ പൊട്ടു വലിയതാണ്. ഇനി മൂന്നാമതൊരു ആയത്തും കൂടി പറയാം. ഖൗലുഹു, അള്ളാന്റെ വാക്കാകുന്നത്, വഖ്തുലുൽ മുശ്രികീന, ബഹുദൈവാരാധകരെ നിങ്ങൾ കൊന്നുകളയണം എന്ന. ഈ ബഹുദൈവാരാധകരെ നിങ്ങൾ കൊല്ലണം എന്ന് പറയുമ്പോൾ ബഹുദൈവാരാധന കൊല്ലുക എന്നുള്ള വിധി ആമാണ്, മുശ്രിക്ക് എന്നുള്ളത് ആമല്ലേ, ആമിനെ കൊല്ല, മുശ്രിക്കായ ആളെ കൊല്ലണം. അപ്പൊ ഈ മുശ്രിക്ക് എന്ന് പറയുന്നത് ആമായിരിക്കുമ്പോൾ അസ്ഹാസിലെ ആ ഉമൂമ് അതിന്റെ അഹ്വാൽ അസ്മിനത്തി ബഖാൽ ഉൾപ്പെടുത്തുന്നല്ലേ. അപ്പൊ കുല്ലു മുശ്രിക്കിൻ അല അയ്യി ഹാരിൻ കാന വഫി അയ്യി സമാനിൻ കാന വഫി അയ്യി സമാനി വമകാനിൻ കാന, ഏത് സ്ഥലം, ഏത് സമയം, ഏത് അവസ്ഥ, ഇതിന്റെ മേൽക്കുന്നത് ഏത് മുശ്രിക്കായാലും ഞാൻ അപ്പൊ കൊല്ലാതെ അർത്ഥം. അത് നിശ്ചിത സമയമല്ല, പ്രത്യേകമൊന്നുമില്ല. എങ്കിൽ ഈ മുശ്രിക്കിനെ കൊല്ലാമെന്ന് പറയുമ്പോൾ അദീനുൽ തഖ്സീസ് ഉണ്ട്. വഖുസ്സമിനുൽ ബഅദ്, ആ മുശ്രിക്ക് എന്ന് പറയുന്ന ആമിൽ നിന്ന് ഒരു ബഅദിനെ തഖ്സീസാക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ കഹരി ദിമ്മത്തി, ഇസ്ലാമിക ഭരണകൂടത്തിൽ നികുതി കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെതിരൊന്നും ചെയ്യാതെ നികുതി കൊടുക്കാം എന്നും പറഞ്ഞ് അവിടെ കീഴടങ്ങി ജീവിക്കുന്ന ദിമ്മത്തിന്റെ അഹ്ലുകാർ, അവരെ കൊല്ലാൻ പാടില്ല. അപ്പൊ അത് മുശ്രിക്ക് എന്ന് ഒഴിവാക്കി. അല്ലാത്ത ഏത് മുശ്രിക്കിനെയും എവിടെ വെച്ചാലും ഏത് സ്ഥലത്തായാലും എപ്പോഴായാലും കൊല്ലാമെന്നുണ്ട്. അപ്പൊ അതാണ് അസ്ഹാസുകൾക്കുള്ള ഉമൂമ്. അഹ്വാലസ്മിനത്തി ബിഖാഇന്റെ ഉമൂമിനെ ലാസിമാക്കും എന്ന് പറഞ്ഞു. അതിന്റെ 3 ഉദാഹരണമാണ് ഈ ഖുർആനിക വചനം കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ അപ്പൊ ഇസ്തിൽസാം ഉണ്ടെന്നാണല്ലോ. അലൈഹി, അപ്പൊ ഇസ്തിൽസാം അനുസരിച്ച് അയാൾ ഇസ്തിൽസാമി, അത് ഇസ്തിൽസാമാണ് ഉമൂമ് എന്ന് വന്നാൽ അതനുസരിച്ച് അതിന്റെ മേലിൽ പോകുന്നുണ്ട്. ആര്? ഈ പറഞ്ഞതിന്റെ മേലാണ് അഷേഖുൽ ഇമാം വാലിദുൽ മുസന്നിഫി, മുസന്നിഫ് അവരുടെ പിതാവായ ഷേഖുൽ ഇമാം തങ്ങളും ഈ പറഞ്ഞ അഭിപ്രായത്തിന്റെ മേലാണുള്ളത്. ആരെപ്പോലെ? കല്ലിമാമിർ റാസി, ഇമാം റാസിയെ പോലെ. അപ്പൊ മുസന്നിഫും മുസന്നിഫിന്റെ പിതാവും ഇമാം റാസിയൊക്കെ ഈ അഭിപ്രായത്തിലാണ് ഉള്ളത്. എന്നാൽ ഇതിന് എതിരുള്ള അഭിപ്രായക്കാരുണ്ടോ? ഇല്ലേ, ഉണ്ടെന്നാണ് ഷാരി പറയുന്നത്. ഇപ്പൊ കാൽ ഖറാഫിയോ വൈറുഹു, ഖറാഫിയും അല്ലാത്തവരും പറയുന്നത് അൽ ആമൂബിൽ അഷ്ഖാസി, അഷ്ഖാസിലുള്ള ആമാകുന്നു, അതായത് വ്യക്തികളിലുള്ള ആമ്, മുത്ലഖും ബിൽ മദ്കൂറാത്തി, അത് അഹ്വാൽ അസ്മിനത്തി ബഖാ എന്നതിൽ പറയപ്പെടുന്നതാണ്, ഇത്ലാഖാക്കപ്പെടുന്നതാണ്. എന്തിന്? ലിന്തിഫായി സിഗത്തിൽ ഉമൂം ഫീഹാ, ഈ പറയപ്പെട്ട ഉമൂമിന്റെ സിഗ ഇല്ല, അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് അസ്ഹാസിലുള്ള ആമിനെ അവിടെ പറയപ്പെടുന്നത് എന്നുള്ള നിലയിലാണ്. ഇസ്തിൽസാമല്ല, അവിടെ പറയപ്പെടുകയാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ വരുമ്പോൾ അവല് പ്രകാരം ഇസ്തിൽസാമാണെന്ന് വെച്ചാൽ ആ പ്രകാരം എന്തൊന്നുകൊണ്ടാണോ ആമിനെ തഖ്സീസാക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ തഖ്സീസാക്കുന്ന ഒന്ന് മുബയ്യിനുൽ മുറാദി ബിമാ ഉത്ലിഖ ഫീഹി അലാ ഹാദാ, ഈ പറയുന്ന ഖറാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് എന്ത് പറയാം? ആമിൽ എന്ന് പറഞ്ഞാല് ആ ഒന്നിൽ ആ ആമിനെ പറയപ്പെടുന്നുണ്ടല്ലോ,
അങ്ങനെ പറയപ്പെടുന്നു ആ ഒന്നിൽ എന്നതുകൊണ്ട് എന്താണോ അവിടെ വിവക്ഷ, ആ വിവക്ഷയെയാണ് ഇവിടത്തിൽ ഒരു ആ ആമിനെ തഖ്സീസാക്കുന്ന സംഗതി മുബയ്യനാക്കി തരികയാണ് ഇസ്തിൽസാമാണെന്ന അഭിപ്രായ പ്രകാരം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാറുള്ളത്. അവിടെ ഖാസല്ല, ഖാസ് മുബയ്യനാക്കി തരുന്നു ഈ ആമിനെ എന്ന് മനസ്സിലായി. അപ്പൊ ആമ് കഴിഞ്ഞു. ഇനി ആമിന്റെ സീഗകൾ ഏതൊക്കെയാണ്, ആം എന്താണെന്നും അത് ഏതൊക്കെയാണ് രീതിയിൽ വരിക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് പറ്റുന്ന സീഗ ഏതാ? ആമിന്റെ സീഗ പഠിച്ചിട്ടില്ലല്ലോ. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. ഈ സീഗയിൽ ഉമൂമി, ആമിന്റെ സീഗകളിൽ പറയുന്നതാണ് ഈ ഫസ്ൽ. ഏതൊക്കെയാണ് ഇപ്പൊ സീഗ പരിശോധിക്കാം. ഒന്ന് കുല്ലുൻ എന്നാകുന്നു. വഖദ് തഖദ്ദമത്ത്, കുല്ലിനെ കുറിച്ച് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വല്ലതി, വല്ലതിയും വല്ലത്തിയുമാണ്. ഉദാഹരണം വല്ലതിയും വല്ലത്തിയും ആകുന്നത് അർത്ഥം. കുല്ല് മുബത്തതയാണല്ലോ, അത് നമുക്ക് അത്തഫാക്കിയിട്ട് വെക്കുക. അക്രിമില്ലതി എഴുത്തീക്ക വല്ലത്തി തെഴുത്തീക്ക, നിന്റെ അടുത്ത് വരുന്ന ഒരാള്, അതിൽ പെണ്ണാവാം ആണാവാം, അവരെ നീ ബഹുമാനിക്കുക എന്നതാണ്. അപ്പൊ അക്രിമില്ലതി എഴുത്തീക്ക വല്ലത്തി തെഴുത്തീക്ക എന്ന് പറയുമ്പോൾ എന്തർത്ഥം വെക്കണം? ആമാണെങ്കിൽ അതല്ലേ സീഗ. ഐ കുല്ലു ആത്തിൻ ആത്തിയത്തില്ലക്ക എന്നായി വായന. നിന്റെ അടുത്ത് വരുന്ന ആരെയും നീ ബഹുമാനിക്കണം, ആണാവട്ടെ പെണ്ണാവട്ടെ. അവിടെ കുല്ല് എന്തായി? ആമിന്റെ സീഗയാണത്. വല്ലതിയും അതന്നെയാണ്, വല്ലത്തിയും അതാണ്. അയ്യും വമ, അയ്യും വമയുമാണ് സീഗ. അശ്ശർത്തിയ്യത്താനി വൽ-ഇസ്തിഫ്ഹാമിയ്യത്താനി വൽ-മൗസൂലത്താനി. അയ്യ് മ, ഇത് രണ്ടും മൗസൂലായിട്ട് വരും, ഇസ്തിഫ്ഹാമായിട്ട് വരും, ഷർത്തിയായിട്ട് വരും. ഇങ്ങനെ വരുന്ന അയ്യും ഒമയൊക്കെ എന്താണ്? ആമിന്റെ സിഗയാണ്. അപ്പൊ ഷർത്തിയായ അയ്യും ഒമയും ഇസ്തിഫ്ഹാമിയായ മൗസൂലയായ എന്ന് വെക്കാം. ഒതഖദ്ദമത, അയ്യുവമ എന്നുള്ളതും അതിന്റെ ചർച്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ വായന വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വഅതിലഖഹുമ എന്ന മുസന്നിഫ് ഇവിടെ അയ്യുവമ എന്നാണ് പോയത്. ഷർത്തിയ്യത്താനി ഇസ്തിഫ്ഹാമിയ്യത്താനി മൗസൂലത്താനി സാരിയ കൊടുത്തത്. എന്റെ മുസന്നിഫ് അങ്ങനെ പോയത്, ഇത്ലാഖാക്കിയത്. അത് ലിൽഇൽമി ബിൻദിഫാഇൽ ഉമൂമി ഫീ ഗൈരി ദാലിക. അയ്യ് വമ ഇത് രണ്ടുമല്ലാത്ത ഏത് അറഫെടുത്ത് നോക്കിയാലും ഉമൂമില്ല. ഉള്ളത് ഏതിന് മാത്രമേ ഉള്ളൂ? അയ്യിലും ആയിലുമുള്ളൂ. അപ്പൊ ആ നിരക്ക് നോക്കിയാണ് അറിവുണ്ടല്ലോ. അപ്പൊ ഇതല്ലാത്തതിൽ ഉമൂമില്ല, ഇതുകൊണ്ട് അറിവുണ്ടായത് കൊണ്ടാണ് ഇതോടെ പറഞ്ഞത്. മത, മതയും ആമാകുന്നു. മത ഏതിന് വരാം? ലിസ്സമാനി ഇസ്തിഫ്ഹാമിയ്യത്തിൻ ഔ ശർത്തിയ്യത്തിൻ, അല്ലെങ്കിൽ ഇസ്തിഫ്ഹാമിയ്യത്തൻ ഔ ശർത്തിയ്യത്തൻ. ലിസ്സമാനി, സമാന് വരുന്ന മത അത് തന്നെ ഇസ്തിഫ്ഹാമിയായ നിലയിലും വരും. അപ്പൊ ഇസ്തിഫ്ഹാമിയായ സമാന് വരും മത്ത, അല്ലെങ്കിൽ സർത്തിയായ നിലയിൽ സമാന് വരുന്ന മത്ത. ഇതും ആമിൽ പെടുന്നതാണ്. ഉദാഹരണം പറയാലോ. ലൗ മത തജിഇനി, മത ജിഇതനി അക്റംതുക. മത തജിഇനി, നീ എനിക്ക് എപ്പോ വരികയാണെങ്കിലും, അല്ലെങ്കിൽ നീ എനിക്ക് എപ്പോ വന്നാലും നിന്നെ ഞാൻ ബഹുമാനിക്കും. നീ വല്ലപ്പോഴും വന്നാൽ, അല്ലെങ്കിൽ നീ എപ്പോ വന്നാലും. ആ മത്താ തജിഇനി, നീ എപ്പോ വരികയാണെങ്കിൽ ഇതിലൂടെ സമാനിയായ ഇസ്തിഫ്ഹാമിയായ മത്തയാണ്. ഈ മത്താ ജിഇതനി, നീ എനിക്ക് എപ്പോ വരികയാണെങ്കിൽ, ഇവിടെ സർത്തിയായ സമ്മാനുള്ള മത്തയാണ്. വഅൈന വഹൈസുമ, ഇതും ആമാണ്, ആമിന്റെ സീഗയാണ്. ലിൽ മക്കാനി ശർത്തിയ്യത്തൈനി, ശർത്തിയായ നിലയിൽ എന്താണ് മക്കാന് വരുന്നതാണ് ഐനയും ഐസ്മയും. ഐന അല്ലെങ്കിൽ ഐസ്മ കുന്ത ആതീക, ഐന ഐസ്മ കുന്തു ആതീക, നീ അല്ല ഐസ് കുന്ത, നീ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ നീ എവിടെയായാൽ നിനക്ക് ഞാൻ വരും എന്ന്. ഇവിടെ ഐന കൊടുത്തു, ഐസുമ കൊടുത്തു. അത് സമാനാണ്, സർത്തിയുമാണ് രണ്ടും. ഇതും ഉമൂമിന്റെ സിയയിൽപ്പെടുത്താം. തസീദു ഐന, ഇവിടെ ഐന ഒന്ന് കൂടുതലായി നിൽക്കും. ബിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമ് കൊണ്ടൊന്നും വിടാം. ഐന കുന്ത, നീ എവിടെയാണ്. അപ്പൊ അങ്ങനെയും വരും.
അപ്പൊ ഇസ്തിഫ്ഹാമിന് വരുന്നതാണ് ഐനയും ഐസുമയും. അത് മക്കാനെന്ന് സാരി പറഞ്ഞു. എന്നിട്ട് പിന്നെ സാരി ഒന്നുകൂടി പറയുകയുണ്ടായി, ഐനക്കൊരു പ്രത്യേകതകളുണ്ട് ഐസുമ അല്ലാത്തതിനേക്കാൾ. ഇസ്തിഫ്ഹാമിനോ കൊണ്ടും ഐന കൂടുതലായി നിൽക്കും ഐസുമയേക്കാളെന്ന്. വനഹവുഹ, ഇതുപോലത്തതുമാകുന്നത്. ഏതുപോലെയൊക്കെ അല്ലതിയുടെ ജമ്മാകുന്ന അല്ലദീന, വല്ലത്തി എന്നതിന്റെ ജമ്മ പോലെ അല്ലാത്തി, വകമനിൽ ഇസ്തിഫ്ഹാമിയത്തി, ഇസ്തിഫ്ഹാമിയായിരിക്കുന്ന മന്ന് പോലെ, വശർത്തിയത്തി, ശർത്തിയായ മന്ന് പോലെ, വൽ മൗസൂലത്തി, മൗസൂലയായ മന്ന് പോലെ. ഇതാണ് നഹ്വിന്റെ ഉദാഹരണപ്പെട്ടത്. ഫഖദ് തഖദ്ദമത്ത്, ഇവകളെ കുറിച്ചൊക്കെ ചർച്ച മുമ്പ് കഴിഞ്ഞു പോയിട്ടുമുണ്ട്, അതൊന്നും ഇവിടെ ആവർത്തിക്കേണ്ടതില്ല. അത് അൽഫാദിനെ കുറിച്ചും അസ്മാനെ കുറിച്ചുമുള്ള അർത്ഥം വരും. ഉസൂൽ ഫിഖ്ഹിൽ ധാരാളം അത് വരുന്നുണ്ടെന്നൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്, അവിടെ നോക്കിയാൽ കിട്ടും. ജമീഉ നഹ്വി, ജമീഉ പോലെയും. നഹ്വു ജമീഉം ചെയ്യണല്ലോ, ജമീഉ പോലെ എന്ന് പറയുമ്പോൾ ജമീഉൽ ഖൗമി ജാഊന, എല്ലാ ജനതയും വന്നു. അപ്പൊ ജമീഉം എന്തിന്റെ ശീലപ്പെടുത്താം? ഉമൂമിന്റെ ശീലയിൽ വരാം. വനള്ളറൽ മുസന്നിഫു ഫീഹ, എന്നാൽ മുസന്നിഫ് എല്ലാം ഈ പറയപ്പെട്ടതിലെല്ലാം മുസന്നിഫ് എന്തായാലും നോക്കിയിട്ടുണ്ട്. മുസന്നിഫ് ഈ പറയപ്പെട്ടതിലൊക്കെ നോക്കി. എന്തുകൊണ്ട്? ബി അന്നഹ, നിശ്ചയമായിട്ടും ഇവകള്, ഇന്നമാ തുല്ലാഹു, നിശ്ചയം ഇവകളെ ഇലാഫത്ത് ചെയ്യപ്പെടും, ഇലാ മഅരിഫത്തിൻ, മഅരിഫയിലേക്കാണ് ഇവളെ ഇലാഫത്ത് ചെയ്യപ്പെടുക എന്നതുകൊണ്ടാണ് മുസന്നിഫ് ഇവിടെ തൗലീറാക്കിയത്. ഫൽ ഉമൂമു, അപ്പോൾ ഇവിടെ ആമ്, അപ്പോൾ ഇവിടെ ഉമൂമ് എവിടുന്ന് കിട്ടും? പിന്നെ മുലാഫിലേ എന്നാണ് കിട്ടുക. മഅരിഫയിലേക്കാണ് ഇവകളേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇലാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്ത് ഉമൂമ് എവിടുന്ന? മുലാഫ് എന്നല്ല വരാം, മുലാഫിലേക്ക് എന്നാണല്ലോ വരിക. അതിലേക്ക് മുസന്നിഫ് നല്ലോണം തൗലീറാക്കിയിട്ടുണ്ട്. വലിദാലിക, അതുകൊണ്ടാണ് ശതബ അലിഹ, അവകളുടെ മേലില് മുസന്നിഫ് എന്തായി ഷാത്തിബായത്. ശതബ എന്നതിന്റെ അർത്ഥം നോക്കിയിട്ട് പിന്നെ പറയാം. ബഅദ അൻ കതബഹ, ഇവകളെയെല്ലാം മുസന്നിഫ് എഴുതി ശേഷം. എവിടെ? അഖിബ കുല്ലി ഉന, ഇവിടെ എന്ന് പറഞ്ഞു മസ്അലത്തുൻ എന്ന് പറഞ്ഞു കുല്ലുന്ന മുസന്നിഫ് എഴുതി ഇവിടെ. അപ്പൊ ഈ കുല്ലി എന്ന് പറയുന്ന ലഫ്ള് എഴുതിയ ഉടനെ, അതിന്റെ ഉടനെ ഇവകളെയൊക്കെ മുസന്നിഫ് എഴുതി. അങ്ങനെ എഴുതിയതിന് ശേഷമാണ് ഇവകളുടെ മേലിൽ മുസന്നിഫ് എന്തായത്? ശതബായത്. ശതബയുടെ അർത്ഥം കടന്ന് കളിക്കുകയാണ്. ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് പിന്നീട് പറയാം. ഖൗലുഹു, എന്നാൽ മുസന്നിഫിന്റെ ഖൗല് ഏതുപോലെ? കൽ അസ്നവി, അസ്നവി പറഞ്ഞതുപോലെ, ഇന്ന അയ്യ, നിശ്ചയമായിട്ടും അയ്യ എന്നുള്ളത്, പിന്നെ വമൻ, മന്നി എന്നുള്ളതും, അയൽ മൗസൂലത്തൈനി, മൗസൂലിയായിരിക്കുന്ന അയ്യും അതുപോലെ തന്നെ മന്നും, മന്നും അയ്യൊക്കെയാകുന്നത്. ലാ യഉമ്മാനി, അത് രണ്ടും ആമാവൂല. മിസ്ലു മറർത്തു ബി അയ്യിഹിം, അവരിന്ന് ആരിന് ഒരാളുടെ അരികെ ഞാൻ പോയി. കാമ, അയാൾ നിന്നിട്ടുണ്ട്. ഇവിടെ ആമില്ലല്ലോ അയ്യില്. മറർത്തു ബിമൻ കാമ, നിന്ന ഒരുത്തന്റെ അരികിൽ കൂടെ നടന്നു. ഐ ബില്ലദീ കാമ എന്നാണ് അർത്ഥമുള്ളത്, നിന്ന ഒരുത്തന്റെ അരികിൽ. അപ്പൊ ഇവിടെ രണ്ടും ആമല്ല. അസ്ലിമാൻ പറഞ്ഞതുപോലെ ഈ മുസന്നിഫിന്റെ വാക്ക് സഹീഹുൻ ഫീ ഹാദ തംസീൽ, ഇങ്ങനെയുള്ള ഉദാഹരണമാക്കുന്നതിൽ ആ പറഞ്ഞത് ശരി തന്നെയാണ്. വനഹവി, അതുപോലത്തതിലും. എന്തിനാല്? മിമ്മ ഖാമത്ത് ഫീ ഖരീനത്തുൽ ഖുസൂസി, അവകളിലൊക്കെ എന്തുണ്ട്? ഒരു ഖുസൂസ്, ഖാസാക്കുക എന്ന ഖരീനത്ത് അവരുണ്ട്. അതുപോലത്തതിലൊക്കെ ഈ പറഞ്ഞ വാക്ക് ശരിയാണ്. ലാ മുത്തലഖൻ, മുത്തലഖൻ നൽകല്ല, അവിടെ മുഖയ്യദാണ് എന്നാണ് പറയാനുള്ളത്. ആവട്ടെ, ഈ പറഞ്ഞതെല്ലാം കുല്ലും വല്ലതിയും വല്ലത്തിയും ഒക്കെ ആകുന്നത് എന്തിനുള്ള? ഉമൂമിനുള്ളതാണ്. ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ. അപ്പൊ ഹഖീഖത്തൻ നിലക്ക് ഉമൂമിനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹഖീഖത്തൻ നിലക്കെന്ന് പറഞ്ഞത്? ഈ തബാദുരിയിലെന്തെങ്കിലും ഇവകൾ പറയുമ്പോൾ വേഗം ദീനിലേക്ക് ഓടിയെത്തുക, അങ്ങനെയാണ് ആമലങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഉമൂമിന് ഹഖീഖത്ത് എന്ന് പറഞ്ഞത്.
വഖീല പറയപ്പെട്ടിട്ടുണ്ട് ലിൽ ഖുസൂസി ഖുസൂസ് ഉണ്ടെങ്കിൽ ഹഖീഖത്ത് നിലക്ക് നോക്കി ഖുസൂസിനുള്ളതാണ്, ആമിലുള്ളതല്ല. അതായത് അൽ വാഹിദി ഫീ ഗൈരിൽ ജംഇ വസ്സലാസത്തി അവൽ ഇസ്നൈനി ഫിൽ ജംഇ, ജംഇ അല്ലാത്തതിലുള്ള ഒന്ന്, ഇനി ജംഇലാണെങ്കിൽ 2, 3 ഇവകൾക്കുള്ളതാണ് ഖുസൂസിയത്ത്. ആ ഖുസൂസിയത്തിന്റെ ഖാസായിട്ട് ഈ പദങ്ങളൊക്കെ എന്തുകൊണ്ട് അന്നകുൽ മുതയഖൻ അതല്ലേ ഉറപ്പുള്ളത്, 2 ആണെങ്കിൽ അത്, 3 ആണെങ്കിൽ 3, 1 ആണെങ്കിൽ 1, അതല്ലേ ഉറപ്പുള്ളത്. അപ്പൊ ഖുസൂസാണ്. ആ ഖുസൂസിലുള്ളതാണ് ഈ പറയുന്ന പദങ്ങൾ ചെയ്യാണെന്നാ പറയുന്നത്. ഒരു ഉമൂമ് എന്നുള്ളത് വജാദല്ലേ, അത് താഖീഖ് കിട്ടൂലല്ലോ, നമുക്ക് ഖീല പറയുന്നത്. നമുക്കീല പറയപ്പെടുന്നു മുഷ്തറക്കത്തുൻ, അങ്ങനെയല്ല, അത് ആമിന്റെ ഖുസൂസിന്റെ മുഷ്തറക്കാണ്. അതായത് ബൈനുൽ ഉമൂമിൽ ഖുസൂസ്, ഉമൂമിന്റെ ഖുസൂസിന്റെ മുസ്തറക്കായി വരുന്ന പദങ്ങളാണ് അത് എന്ന. എന്തുകൊണ്ട് അന്നക നിശ്ചയമായിട്ടും അവകളെ തുസ്തഅമലു കുല്ലിൻ മിൻഹുമാ ഖുസൂസ് ഉമൂമ് എന്നിവ എല്ലാത്തിനും ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് മുസ്തറക്കത്തല്ലേ. പിന്നെ അടിസ്ഥാനം തീരുമാനിക്കുമ്പോൾ അസ്ലുൽ ഇസ്തിഅമാലി ഉപയോഗത്തിൽ അടിസ്ഥാനം ഏതാൽ ഹഖീഖത്തു ഹഖീഖത്തല്ലേ, ഇങ്ങനെയാണ് മുസ്തറക്കത്താണ്. പിന്നെ ഉപയോഗത്തിൽ അസ്ല ഹഖീഖത്തും കഴിഞ്ഞു. വഖീല വേറൊരു അഭിപ്രായം ബിൽ വഖഫി ഒന്നും വിട്ടിട്ടില്ല, ഐ ലാ യുദ്റ അഹിയ ഹഖീഖത്തും ബിൽ ഉമൂമി അം ബിൽ ഖുസൂസി അം ഫീഹിമാ, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഹഖീഖത്ത് തീരുമാനിക്കുക ഉമൂമിലാണോ ഖുസൂസിലാണോ രണ്ടിലുമാണോ ഒന്നും പറയാൻ വയ്യ. അപ്പൊ വഖഫാണ്. ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് തുടരാം. അപ്പൊ ഈ നിലപാടിലൂടെയാണ് ഉമൂമിന്റെയും ഉമൂമിന്റെ ദിലാലത്തും മദ്ലൂലും അതിന്റെ സിയറും പറ്റി പറഞ്ഞത്, അതിനുള്ള അഭിപ്രായവും പറഞ്ഞു. ഇനി നമുക്ക് വേറെ സ്ത്രീകൾ ഏതൊക്കെ വരാം, അതാണ് ഇനി ചർച്ച. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും ചർച്ചകൾ തുടരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലുള്ള എൻ്റെ പണ്ഡിത സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങൾ, അവരുടെ അവലോകനങ്ങൾ, നിരൂപണങ്ങൾ, തെറ്റ് തിരുത്തലുകൾ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഷത്തോഭ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളഞ്ഞു എന്ന് പറയാം. അപ്പോൾ മുസ്തനിഫ് കുറേ ഷിയ അവിടെ പറഞ്ഞു, പിന്നെ വനഹബുഹ എന്നിട്ട് പോയി. അതിൻ്റെ ബാക്കി ഷിയകൾ ഇവിടെ മുസ്തനിഫ് പറയാൻ സാരി പറഞ്ഞു. അതൊന്നും മുസ്തനിഫോട് പറഞ്ഞില്ല എന്നാ. അവിടെ തൻളീർ ചെയ്തിട്ട് മുസ്തനിഫ് ആ തൻളീർ ചെയ്തതിന് വേണ്ടിയിട്ടാണ്, തൻളീർ ചെയ്തിട്ട് പറഞ്ഞെന്താ, അവർ മഅരിഫയിലേക്കാണ് ഇവകളെ ഇലാബത്ത് ചെയ്യപ്പെടുന്നത്. അല്ലത്തി എന്നതിൻ്റെയൊക്കെ ജമ്മുകൾ, അതുപോലെ തന്നെ മന്ന്, ഇവകളൊക്കെ ഇലാബത്ത് ചെയ്യപ്പെടും മഅരിഫയിലേക്കാണ്. അങ്ങനെ മഅരിഫയിലേക്ക് ഇലാബത്ത് ചെയ്യപ്പെടുമ്പോൾ മഅരിഫ പിന്നെ മുളാഫ് ഇലയെന്നാണ് ഉമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവകളൊക്കെ എഴുതി കുല്ല് കഴിഞ്ഞിട്ട് ആ കുല്ലിൻ്റെ ഉടനെ ഈ പറഞ്ഞവളൊക്കെ എഴുതിയിട്ട് പിന്നെ മുസ്ലിം മറ്റൊക്കെ മായ്ച്ച് കളഞ്ഞ് ഒഴിവാക്കി കളഞ്ഞതും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഷത്തബ് ഒഴിവാക്കി നടത്തേണ്ട, മുറിച്ച് കളഞ്ഞെന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ നിലപാട് യോജിപ്പിച്ച് അർത്ഥം വെക്കാം.